സമീപകാലത്തായി കേരളത്തിൽ തഴച്ചു വളരുന്ന ബിസിനസ്സാണ് സ്പാ സെൻ്ററുകൾ. നഗരമേഖലകളിൽ മാത്രമല്ല, റിസോർട്ടുകളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്പാ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് നിയമപരമായിട്ടാണോ? ഇതിൻ്റെ മറവിൽ എന്താണ് നടക്കുന്നത്? ക്രോസ് മസാജിങ്ങും അനാശാസ്യവും മറ്റു പല നിയമവിരുദ്ധ ഇടപാടുകളും അരങ്ങേറുന്ന കാഴ്ച. ഇവിടെ സ്പാ സെൻ്ററുകൾക്ക് പോലീസുകാരാണ് ഒത്താശ ചെയ്യുന്നത്. തിരുവല്ല സ്പായിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസും പ്രതിക്കൂട്ടിലാകുമോ? തിരുവനന്തപുരത്ത് സ്പാ സെൻ്ററുകളെ പൂട്ടാനുള്ള നഗരസഭയുടെ നീക്കത്തിന് പിന്നിൽ എന്താണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പല സ്പാ സെൻ്ററുകളിലെയും നിത്യസന്ദർശകരിൽ ചില പോലീസുകാരുമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നിന്ന് പതിവായി മാസപ്പടിയും കിട്ടും, പുറമെ മസാജിങ്ങും. തിരുവല്ല സ്പാ സെൻ്ററിലെ കൂട്ടബലാത്സംഗ കേസിലാണ് പോലീസിൻ്റെ അറപ്പുളവാക്കുന്ന ഇടപാടുകൾ പുറത്തുവന്നത്. ഗുണ്ടകളുമായി പോലീസിന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്പാ സെൻ്ററിൽ നിന്നും മാസപ്പടി പറ്റുന്നുണ്ടെന്നുമുള്ള ആക്ഷേപത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. അതിനിടെ കേസിലെ പല പ്രതികളും സംസ്ഥാനം വിട്ടെന്നാണ് സൂചന. ഒന്നാം പ്രതി മരണ സുബിൻ, കൂട്ടുപ്രതി ബെർലിൻ ദാസ് എന്നിവരെ മാത്രമാണ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവല്ല സ്പാ സെന്ററിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒന്നാം പ്രതി മരണ സുബിൻ എന്ന് വിളിക്കുന്ന സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ദാസ് എന്നിവർ മാത്രമാണ് പിടിയിലായത്. കേസിൽ 6 പേരാണുള്ളത്. 4 പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവർ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടന്നുവെന്നാണ് സൂചന. ഇവരുടെ മൊബൈൽ ഫോണുകൾ സംഭവം നടന്ന ദിവസം മുതൽ സ്വിച്ച് ഓഫ് ആണ്. സ്ഥാപന ഉടമയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പീഡനത്തിന് ഒത്താശ ചെയ്തെന്ന് ക്രൂരപീഡനത്തിനിരയായ സ്പായിലെ ജീവനക്കാരി ആരോപിച്ച സഹപ്രവർത്തകർക്കെതിരെയും പോലീസ് അന്വേഷണം നടത്തും. സഹപ്രവർത്തകയുടെ ആൺസുഹൃത്തിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ജീവനക്കാരി വ്യക്തമാക്കിയിരുന്നു. ഇതും പോലീസ് അന്വേഷിക്കും. തിരുവല്ലയിൽ ഗുണ്ടകളും പോലീസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ആരോപണം ശക്തമാണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററിൽ നിന്നും മാസപ്പടി വാങ്ങുന്നതായുള്ള ആരോപണവും വിശദമായി അന്വേഷിക്കാനാണ് തീരുമാനം. ഇക്കാര്യത്തിൽ ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിൽ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചാണ് സ്പാ സെൻ്ററുകൾ കൂടുതലായും പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ മറവിൽ പല അനാശാസ്യ ഇടപാടുകളും നടക്കുന്നുണ്ട്. ജീവനക്കാരായ യുവതികൾ പോലും ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നു. തിരുവനന്തപുരത്ത് സ്പാ കേന്ദ്രത്തിൽ യുവതിക്ക് നേരെ അതിക്രമം കാട്ടിയത് ഉടമയാണ്. സംഭവത്തിന് പിന്നാലെ തലസ്ഥാന നഗരത്തിലെ സ്പാ സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് നഗരസഭ വ്യാപക റെയ്ഡ് നടത്തി. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്പർശൻ സ്പായിലാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. അനധികൃത സ്പാകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ചെയ്യുന്ന ക്രോസ് മസാജിങ് അനുവദിക്കില്ലെന്നും മേയർ ബി രാജേഷ് വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുൻവശത്തുള്ള ക്യാപിറ്റൽ ടവർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ വെൽനസ് സ്പായിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഇവിടെ എത്തിയ യുവതിക്ക് നേരെ അപമര്യാദയായി പെരുമാറിയതായി പരാതി ഉയർന്നിരുന്നു. ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ മേയറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ്. വ്യക്തമായിട്ടും മേയർക്ക്, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പർശൻ സ്പായിൽ നമ്മൾ അന്വേഷണം നടത്തി വന്നത്. സ്പർശൻ സ്പായിൽ നടത്തുന്ന, അതായത് ഓണർ മനോഹരൻ എന്നാണ് ഉടമയുടെ ലൈസൻസിയുടെ പേര്. ഒരു മാനേജറുണ്ട്, ഋതീൻ എന്ന് പറഞ്ഞു.
പക്ഷേ ഈ റിദിനോ മറ്റ് അവിടെ നിന്ന സ്റ്റാഫുകൾക്കോ മസാജിനുള്ളതോ അല്ലെങ്കിൽ സ്പാ നടത്തുന്നതിനുള്ള യാതൊരു അനുബന്ധ രേഖകളും ഇല്ലായിരുന്നു. അതിൽ ഇവർക്ക് 2 കെട്ടിട മുറി ഉണ്ടായിരുന്നു. ഒന്നിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്, മറ്റൊന്നിൽ ലൈസൻസ് എടുക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയും ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് ആ സ്ഥാപനം സ്ഥിരമായി പൂട്ടുന്നതിനും പുള്ളിയെ സ്വമേധയാ പൂട്ടി താക്കോല് നഗരസഭയെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്കും ലൈസൻസ് എടുക്കുന്ന മുറയ്ക്കും തുറന്നു കൊടുക്കും. പിന്നെ ബന്ധപ്പെട്ട രേഖകളും ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയം അന്വേഷിച്ചിട്ട് മാത്രമേ ഇത് തുറന്നു കൊടുക്കത്തുള്ളൂ. അതാ സ്വമേധയാ പൂട്ടിയാണ് താക്കോല് കൊടുത്തിട്ടുള്ളത് റജീൻ എന്ന് പറഞ്ഞ മാനേജർ. കെട്ടിടത്തിൽ 2 മുറികളിലായി പ്രവർത്തിക്കുന്ന സ്പായിൽ ഒന്നിന് മാത്രമാണ് ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് അധികൃതർ സ്പാ പൂട്ടുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്പാകളിലും നഗരസഭ പരിശോധന നടത്തുമെന്ന് മേയർ വി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മേയറുടെ പ്രതികരണം. പല സ്പാകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഡോക്ടർമാരുടെയും ഒത്താശയോടെ അനാശാസ്യ പ്രവർത്തികളടക്കം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ പള്ളിപ്പുറത്ത് കൊല്ലും കൊലയും നടന്ന വീട്. അവിടെ എത്തിയാൽ ഇപ്പോൾ പ്രേതാലയത്തിന് സമാനമായ കാഴ്ചകളാണ്. കാടുപിടിച്ച് മൂടിയ പുരയിടം, വീട്ടിലെത്തിയാൽ ചോരപ്പാടുകൾ. കോട്ടയം ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെ തിരോധാനത്തോടെയാണ് പള്ളിപ്പുറത്തെ കൂട്ടക്കൊലപാതകങ്ങൾ പുറംലോകമറിഞ്ഞത്. ജൈനമ്മ കൊലക്കേസിൽ നിർണായകമായത് പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ട രക്തക്കറയാണ്. ജൈനമ്മയെ കൊന്ന ശേഷം തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിച്ചതായി ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ, ആയിഷ എന്നിവരുടെ തിരോധാന കേസിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊന്നതു തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ചേർത്തലയിലെ വീട്ടിൽ ജൈനമ്മയുടെ രക്തക്കറ ഉൾപ്പെടെ കണ്ടത് ശാസ്ത്രീയ റിപ്പോർട്ടാക്കി കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് ആക്ട് 2010 സെക്ഷൻ 67, BNS 103(1), 238A, 309, 140(1) എന്നീ വകുപ്പുകളാണ് സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം വൈകാതെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റും. നിലവിൽ സെബാസ്റ്റ്യനു വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകുന്നുണ്ടെങ്കിലും വക്കാലത്ത് ഒപ്പിട്ടിരുന്നില്ല. ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റുക. ജൈനമ്മയെ 2024 ഡിസംബർ 23 കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ സംഭവത്തിലാണ് പോലീസിൽ പരാതി ലഭിച്ചത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അടക്കം സെബാസ്റ്റ്യൻ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതാണ് കേസിൽ നിർണായകമായത്. തുടർന്ന് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ വിശദമായി നടത്തിയ പരിശോധനയിലാണ് രക്തക്കറയും ശരീരാവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്തിയത്. ചേർത്തല സ്വദേശികളായ ആയിഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെതിരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കോട്ടയം. ഫഹദ് ഫാസിൽ നായകനായ ആവേശം സിനിമ വലിയ ആഘോഷത്തോടെയാണ് തിയേറ്ററുകൾ ഏറ്റെടുത്തത്. ചിത്രം പുറത്തിറങ്ങി 2 വർഷമാകുമ്പോഴും ക്യാമ്പസുകളിലും സ്കൂളുകളിലും അതിൻ്റെ ആവേശം കെട്ടടങ്ങിയിട്ടില്ല. കാരണം വിദ്യാർത്ഥികളെ അത്രയധികം ആ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ വയലൻസിലേക്ക് നയിച്ചതിൽ ഇതുപോലുള്ള സിനിമകളുടെ സ്വാധീനം ചെറുതല്ല. തിരുവനന്തപുരം കല്ലമ്പലത്ത് +2 വിദ്യാർത്ഥിയെ അതേ സ്കൂളിലെ ജൂനിയർ വിദ്യാർത്ഥികളടങ്ങുന്ന സംഘം ക്രൂരമായി മർദ്ദിച്ചതാണ് ഒടുവിലത്തെ സംഭവം. KTCT സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥി മുഹമ്മദ് സെയ്ദലിക്കാണ് മർദ്ദനമേറ്റത്. ഇതേ സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥികൾ ക്രൂരമായി ആക്രമിച്ചെന്നാണ് പരാതി.
കല്ലമ്പലം KTCT സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സെയ്ദ് അലി. ഇക്കഴിഞ്ഞ 22-ന് സ്കൂളിലെ മോഡൽ പരീക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ സെയ്ദ് അലിയെ 10ഓളം +1 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. വിവരം വിദ്യാർത്ഥി വീട്ടിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അമ്മ നൌഫിയ സ്കൂളിലെത്തി. സ്കൂൾ അധികൃതർക്കൊപ്പം കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മ സ്കൂൾ അധികൃതർക്കും കല്ലമ്പലം പോലീസിലും പരാതി നൽകി. കുട്ടിയുടെ തോളലിലും കൈക്കും പൊട്ടലും കഴുത്തിന് പരിക്കും ഉള്ളതായി പരാതിയിൽ പറയുന്നു. +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് പരാതി. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. തുടർ അന്വേഷണത്തിനായി സ്കൂൾ അധികൃതരും കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി രക്തബന്ധം പോലും മറക്കുന്ന മനുഷ്യർ അത്രയ്ക്കും മനസാക്ഷി മരവിച്ചവരായി മലയാളി മാറുകയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വഴിത്തർക്കത്തെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിനിടെ യുവതിയുടെ 2 കൈകളും വെട്ടിമാറ്റിയ സ്വന്തം അമ്മാവൻ്റെ ക്രൂരതയെക്കുറിച്ച് അറിയണം. കോങ്ങനാട് സ്വദേശിനി സിന്ധു സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പരാതി. കേസിൽ അമ്മാവൻ മണിക്കുട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതി മണിക്കുട്ടനെ ആറ്റിങ്ങലിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വഴിത്തർക്കത്തെ ചൊല്ലിയുള്ള വാക്കേറ്റത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മണിക്കുട്ടൻ സഹോദരിയുടെ മകൾ സിന്ധുവിന്റെ 2 കൈകളിലും വെട്ടിയത്. മണിക്കുട്ടന്റെ വീടിന് സമീപത്തു കൂടിയാണ് സിന്ധുവിന്റെ വീട്ടിലേക്കുള്ള വഴി. ഈ വഴിയിലാണ് സിന്ധു സ്കൂട്ടർ പാർക്ക് ചെയ്യാറുള്ളത്. ഇതുമൂലം തന്റെ പുരയിടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നായിരുന്നു പ്രതിയുടെ വാദം. പല പ്രാവശ്യം ഇയാൾ സ്കൂട്ടറിന്റെ ടയറിലെ കാറ്റഴിച്ചു വിട്ടിരുന്നു. രാവിലെ മകളെ ട്യൂഷന് കൊണ്ടുവിട്ട ശേഷം മടങ്ങിവന്ന് സ്കൂട്ടർ പാർക്ക് ചെയ്യുമ്പോഴാണ് മണിക്കുട്ടനുമായി വീണ്ടും തർക്കമുണ്ടായതും ഇയാൾ വെട്ടുകത്തിക്കൊണ്ട് സിന്ധുവിനെ വെട്ടിയതും. നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് സിന്ധുവിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. കൈകളിൽ ആഴത്തിലുള്ള പരിക്കും ഞരമ്പുകൾ മുറിഞ്ഞതും മൂലം യുവതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതി മണിക്കുട്ടനെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ആറ്റിങ്ങൽ. മദ്യപിച്ച് ലക്കുകെട്ട് പൊതുസ്ഥലത്ത് അഴിഞ്ഞാടുന്ന യുവാക്കളെ കണ്ടിട്ടില്ലേ? എന്നാൽ കള്ളുള്ളിൽ ചെന്നാൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും അത്ര മോശക്കാരല്ല. ബംഗളൂരുവിൽ മദ്യലഹരിയിൽ നടുറോഡിൽ പരാക്രമം കാട്ടിയ യുവതികളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മദ്യലഹരിയിൽ ഇരുചക്ര വാഹനം ഓടിച്ചെത്തിയ യുവതികൾ കാറിലിടിക്കുകയും പിന്നാലെ കാർ ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു. തടയാനെത്തിയ നാട്ടുകാരെയും അവർ ആക്രമിച്ചു. ഒടുവിൽ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച രാത്രി ഹോളിമാവിലാണ് സംഭവമുണ്ടാകുന്നത്. മദ്യലഹരിയിൽ യുവതികൾ അതിക്രമം കാട്ടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാത്രി സുഹൃത്തുക്കളെ സന്ദർശിച്ച ശേഷം ബൈക്കിൽ മടങ്ങുകയായിരുന്നു ഇരുവരും. ഇതിനിടെ ബൈക്ക് ഒരു ടാക്സി കാറിന്റെ പിന്നിലിടിച്ചു. ടാക്സി ഡ്രൈവർ അഹമ്മദ് വാഹനം നിർത്തി പുറത്തിറങ്ങുകയും വാഹനമിടിച്ചത് ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വാക്കേറ്റം രൂക്ഷമായതോടെ അക്രമാസക്തരായ യുവതികൾ ഡ്രൈവറെ അസഭ്യം പറയുകയും ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച നാട്ടുകാരെയും യുവതികൾ ആക്രമിച്ചു. തടയാനെത്തിയ ചിലരെ ഇവർ ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുന്നതും അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്.
യുവതികൾ അശ്ലീലാംഗ്യങ്ങളും കാണിച്ചിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബംഗളൂരു. കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടേത് സ്വാഭാവിക മരണമാണോ അതോ കൊലപാതകമാണോ? നീതി തേടി സൂരജിന്റെ കുടുംബം ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. ഇത് കേവലം മരണമല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. ആശുപത്രി അധികൃതർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സൂരജ് ലാമ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം കളമശ്ശേരിയിൽ സംസ്കരിച്ചു. കുവൈറ്റിലെ വ്യാജ മദ്യദുരന്തത്തെ തുടർന്ന് കൊച്ചിയിലെത്തിയ സൂരജ് ലാമയെ നവംബർ 30 കളമശ്ശേരി HMD ഫാക്ടറിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എല്ലാ സംവിധാനങ്ങൾക്കും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും സൂരജ് ലാമയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം കുടുംബം പ്രതികരിച്ചത്. ഓർമ്മശക്തിയില്ലാതെ എത്തിയ സൂരജ് ലാമയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ കൃത്യമായി പരിപാലിച്ചില്ല. അവർ ആവശ്യമായ സഹായം നൽകിയിരുന്നുവെങ്കിൽ സൂരജ് ലാമ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ആശുപത്രിക്കെതിരെ പരാതി നൽകുമെന്നും നീതി ഉറപ്പാക്കണമെന്നും കുടുംബം പറഞ്ഞു. ये हॉस्पिटल में अगर थोड़ा सा भी देखभाल करते तो थोड़ा सा भी एक बॉटल ड्रिंक्स तो भी देता मेरे हस्बैंड बच जाता. 5 to 6 hours he was in this hospital only. They didn't take care anything. Then airport police station, then your airport CLR airport, there also didn't help for my husband. So please help us for me and my son to give that respect for my husband. കളമശ്ശേരി HMT പരിസരത്ത് നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന DNA പരിശോധനയിൽ വ്യക്തമായതോടെയാണ് മാസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വം അവസാനിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ കുടുംബത്തിന് വിട്ടു നൽകി. 9 മണിയോടെ മൃതദേഹം കളമശ്ശേരി പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ഹിന്ദു മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം 10:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ നെടുമ്പാശ്ശേരി SHOയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ കുടുംബം പരാതി നൽകും. കൊച്ചി. തിരുവനന്തപുരത്ത് നടൻ മണിയൻ പിള്ള രാജുവിന്റെ കാറിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റ കേസിൽ പോലീസിന് ക്ലീൻ ചിറ്റ്. മ്യൂസിയം പോലീസ് ഉദ്യോഗസ്ഥർ ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് DCPയുടെ റിപ്പോർട്ട്. പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തിയെങ്കിലും രാജുവും കാറും ഉണ്ടായിരുന്നില്ല. രാജു പോലീസിനെ വിളിച്ചു വന്നത് വിശ്വസനീയമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ അന്വേഷണത്തിന്റെ ഭാഗമായി മണിയൻ പിള്ള രാജുവിന്റെ ഫോൺ കോൾ രേഖകൾ പോലീസ് ശേഖരിച്ചു. നടൻ മണിയൻപിള്ള രാജുവിനെതിരായ വാഹനാപകട കേസിൽ മ്യൂസിയം പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് DCPയുടെ റിപ്പോർട്ട്. പോലീസ് രാത്രി തന്നെ മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ ഈ സമയം കാറും രാജുവും അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസിനെ വിളിച്ചു എന്ന രാജുവിന്റെ വാദം തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപകടം നടന്ന
ഉടൻ തന്നെ മണിയൻപിള്ള രാജുവിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. ആരാണ് വാഹനം ഓടിച്ചതെന്നും ആരുടെ പേരിലാണ് വാഹനമെന്നും പോലീസ് ചോദിച്ചറിഞ്ഞു. ഈ സമയം വാഹനവും നടനും വീട്ടിലുണ്ടായിരുന്നില്ല. പോലീസ് 2 തവണ ഇത്തരത്തിലെത്തിയപ്പോഴും രാജു വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വ്യാഴാഴ്ച രാത്രി ബൈക്കിൽ കാർ ഇടിച്ചതിന് പിന്നാലെ മണിയൻപിള്ള രാജു വാഹനം നിർത്താതെ പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരായത്. തുടർന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചത് താൻ തന്നെയാണെന്നും ഭയം കൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നുമായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ പ്രതികരണം. രാത്രി തന്നെ താൻ പോലീസിനെ വിളിച്ചിരുന്നെന്നും പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് അറിയിച്ചു എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് എത്തിയതെന്ന് റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരാണ് പലപ്പോഴും ചതിക്കുഴികളിൽ വീഴുന്നത്. കൊല്ലം പട്ടാടി സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ നഷ്ടമായത് ലക്ഷങ്ങളാണ്. പ്രമുഖ കമ്പനിയുടെ പേര് പറഞ്ഞ് വിശ്വസിപ്പിച്ച സംഘം ട്രേഡിംഗിലൂടെ ലാഭം നേടാമെന്ന് പറഞ്ഞ് 11 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. സംഭവത്തിൽ കൊല്ലം റൂറൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പട്ടാഴി സ്വദേശിനിയായ വീട്ടമ്മയാണ് ഇത്തവണ സൈബർ തട്ടിപ്പിനിരയായത്. ട്രേഡിംഗിലൂടെ വലിയ വരുമാനം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് പലതവണകളായി 11,54,535 രൂപ സംഘം കൈക്കലാക്കിയെന്നാണ് പരാതി. ആദ്യം ചെറിയ ലാഭം ലഭിക്കുന്നതുപോലെ കാണിച്ച ശേഷം കൂടുതൽ നിക്ഷേപം ആവശ്യപ്പെടുകയായിരുന്നു. തുടക്കത്തിൽ കൃത്യമായി പണം ലഭിച്ചതോടെയാണ് ഇവരെ വിശ്വസിച്ച് വീട്ടമ്മ ലക്ഷങ്ങൾ നിക്ഷേപിച്ചത്. ഇതിനുശേഷം വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നിക്ഷേപിച്ച തുകയോ തിരികെ ലഭിക്കാതെ വന്നപ്പോഴാണ് താൻ തട്ടിപ്പിനിരയായ വിവരം വീട്ടമ്മ തിരിച്ചറിഞ്ഞത്. ഇവരുടെ പരാതിയെ തുടർന്ന് കൊല്ലം റൂറൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ, സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ, അജ്ഞാത ലിങ്കുകൾ എന്നിവ വഴിയുള്ള നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്നതിൽ വിശ്വസിച്ച് പണം നിക്ഷേപിക്കും മുൻപ് കമ്പനിയുടെ വിശ്വാസ്യത പരിശോധിക്കണമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ എത്ര അടുപ്പമുള്ളവരോ ആണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ചതിക്കപ്പെടാം. ബംഗളൂരുവിൽ ഒരു മലയാളി വ്യവസായിക്ക് സംഭവിച്ച ചതിയെക്കുറിച്ച് അറിയണം. ബിസിനസ് പങ്കാളികൾ ചതിച്ചുവെന്നും കർണാടക പോലീസിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ലെന്നും ആരോപിച്ച് വയനാട് സ്വദേശിയുടെ വീഡിയോ സന്ദേശം. വ്യവസായി ക്ലിപ്പിയും ഭാര്യയുമാണ് വീഡിയോയിലുള്ളത്. സ്വത്തുക്കളെല്ലാം ബിസിനസ് പങ്കാളികൾ വ്യാജരേഖ ഉണ്ടാക്കി കൈക്കലാക്കിയെന്നും ക്ലിപ്പ് പറയുന്നു. ഇതോടെ ക്രഷറിന് മുന്നിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് വ്യവസായി. താൻ ചതിയിൽപ്പെട്ടെന്നാണ് വയനാട് സ്വദേശിയായ വ്യവസായി ക്ലിപ്പി വീഡിയോയിൽ പറയുന്നത്. തന്നെ ഏത് സമയവും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യും. തന്റെ സ്വത്തുക്കളെല്ലാം 2 പേർ ചേർന്ന് തട്ടിയെടുത്തെന്നും ക്ലിപ്പി പറയുന്നു. ഹലോ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങള് ഇവിടെ കർണാടകയിൽ ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി ഞാനിവിടെ ഒരു 12 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താണ്. ഇവരെന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് 8 വർഷത്തോളം എന്നെ കോടതി കയറ്റിയിട്ട് എന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി. എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് എന്റെ പേരിലുള്ള ഭൂമിയെല്ലാം ഇവരുടെ പേരിൽ അവിടെ നിന്ന് എന്നെ സഹായിക്കാമെന്ന് വന്ന ഒരു അഷർഫ് എന്ന് പറഞ്ഞ ആളും സോമശേഖരനും കൂടി അവരുടെ പേരിലേക്ക് ഇത് മാറ്റി. ഇപ്പൊ അവര് സ്വന്തം പേരിൽ പുതിയ ലൈസൻസ് ഒക്കെ എടുത്ത്, എല്ലാം ഇല്ലീഗലാണ്. ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ക്രഷർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടിയിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടി ഇവിടേക്ക് വന്നതാണ് സമരം ചെയ്യാൻ. ഇതിന്റെ മുന്നിൽ ക്രഷറിന്റെ മുന്നിലുള്ളത്. ക്ലിപ്പി മൈസാൻഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ ഇദ്ദേഹത്തിന് കർണാടകയിൽ ക്രഷർ യൂണിറ്റ് ഉണ്ട്. എന്നാൽ വ്യാജരേഖ ഉണ്ടാക്കി തന്റെ സ്വത്തുക്കളെല്ലാം ബിസിനസ് പങ്കാളികൾ സ്വന്തമാക്കിയെന്നാണ് വീഡിയോയിൽ പറയുന്നത്.
ഇവിടെ അനധികൃതമായി ക്രഷർ പ്രവർത്തനം തുടങ്ങിയെന്നറിഞ്ഞ് സമരം ചെയ്യാൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ എത്തിയതാണ്. കർണാടക പോലീസ് നീതി നൽകുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ തങ്ങളുടെ കാരവാൻ വളഞ്ഞിരിക്കുകയാണെന്നും AC അടക്കമുള്ള സൗകര്യങ്ങളൊന്നും വാഹനത്തിലില്ലെന്നും ക്ലിപ്പിയും ഭാര്യയും വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ ഇത് കാരവാനാണ്. കാരവാനിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. AC എല്ലാം ഓഫാണ്. ജനറേറ്ററിൽ പെട്രോൾ ഇല്ല. പോലീസ് പറഞ്ഞിരിക്കുന്ന അവർക്ക് പെട്രോളും കൊടുക്കരുത്, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല, ഭക്ഷണം കൊടുക്കരുത്, അവർക്ക് പെട്രോളും കൊടുക്കരുതെന്ന് പറഞ്ഞ് എല്ലാം തടഞ്ഞിരിക്കുകയാണ് വേഗൂർ പോലീസ്. ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുകയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് രാഹുൽ ഗാന്ധിന്റെ അടുത്ത് ഈ വിഷയം സംസാരിച്ചതാണ്. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഞാനും ബത്തേരി MLA IC ബാലകൃഷ്ണനും കൂടെ കൂടിയിട്ട് ഇവിടുത്തെ മിനിസ്റ്ററെ പോയി കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ടൊന്നും ഒരു ഇതുമില്ല. മുഴുവൻ ഒരു ഇല്ലീഗൽ പേപ്പറാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ഫുഡില്ല, ഞങ്ങൾക്ക് AC ഇല്ല, ഞങ്ങൾക്ക് ഓക്സിജൻ നന്നായിട്ട് കിട്ടുന്നില്ല. ഇത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ഇതില് ഓക്സിജനും കിട്ടില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ക്ലിപ്പിയുടെ വളർച്ച സ്വന്തം കഴിവ് ഉപയോഗിച്ചായിരുന്നു. നദികളിലെ മണലിന് ക്ഷാമം വന്ന സമയത്ത് പാറ പിടിച്ചുണ്ടാക്കുന്ന മണലിന് ആവശ്യക്കാർ ഏറിയതോടെയാണ് ഇയാൾ ബിസിനസ്സിൽ വളർന്നത്. തുടർന്ന് 5ലേറെ ക്രഷർ യൂണിറ്റുകൾ നടത്തിയിരുന്ന ക്ലിപ്പി നോക്കുകൂലിയും കോറി പ്രശ്നങ്ങളും കാരണം സ്ഥാപനം അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് മാറ്റുകയായിരുന്നു. 13 പങ്കാളികൾ കർണാടകയിലെ ബിസിനസ്സിലുണ്ടായിരുന്നു എന്നാണ് വിവരം. ഇതിൽ പ്രധാനികൾ ശാന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയും സോമശേഖരൻ എന്ന വ്യക്തിയുമായിരുന്നു. ഇവർ തന്നെ ചതിച്ചെന്നും വധഭീഷണിയുണ്ടെന്നും പറഞ്ഞ് ഏതാനും വർഷം മുൻപ് ദുബായിൽ നിന്ന് ക്ലിപ്പി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കർണാടകയിലെ ക്രഷർ തർക്കം കോടതിയുടെ പരിഗണനയിലായിരുന്നു. വരും ദിവസങ്ങളിൽ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കവർന്ന സ്വർണത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ മൊഴികൾ പച്ചക്കള്ളമാണ്. അവിടെ നിന്ന് മോഷ്ടിച്ചത് നിസ്സാര സ്വർണമല്ല. ദ്വാരപാലക കട്ടിളപ്പാളികളിൽ നിന്ന് പ്രതികൾ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയെന്നാണ് പുതിയ വിവരം. VSSൽ നടത്തിയ പരിശോധനയുടെ അന്തിമ ഫോറൻസിക് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായ കണക്കുടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും SIT കുറ്റപത്രം നൽകുക. അതിനിടെ അടൂർ പ്രകാശിന് പിന്നാലെ പോറ്റിയുമായുള്ള അടുപ്പം ചോദിച്ചറിയാൻ ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. അടൂർ പ്രകാശിൻ്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSയുടെ അന്തിമ പരിശോധനാ റിപ്പോർട്ടാണ് SITക്ക് ലഭിച്ചത്. കൂടുതൽ സ്വർണം നഷ്ടമായതായി റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. പാളികളിൽ നിന്ന് ലഭിച്ചത് 989 ഗ്രാം സ്വർണമെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ മൊഴി. എന്നാൽ ഇതിൽ കൂടുതൽ സ്വർണം ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്ന് നഷ്ടമായതായാണ് പരിശോധനാ റിപ്പോർട്ട്. 1 കിലോയിലധികം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ പൂർണ്ണമായി മാറ്റി പുതിയ പാളികൾ സ്ഥാപിക്കുകയായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിലെ ആശയക്കുഴപ്പം പരിഹരിക്കാനായി വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു ലാബിൽ കൂടി പരിശോധന നടത്താനും ആലോചനയുണ്ട്. നഷ്ടമായ സ്വർണത്തിന്റെ ഏകദേശ കണക്കും തുടർ പരിശോധനയുടെ ആവശ്യവും വ്യക്തമാക്കിയാകും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുക. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ആന്റോ ആന്റണി MPക്കും കുരുക്ക് മുറുകുകയാണ്. കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയതെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വാദം പൊളിഞ്ഞു. അടൂർ പ്രകാശിന് പിന്നാലെ പോറ്റിയുമായുള്ള അടുപ്പം ചോദിച്ചറിയാൻ ആന്റോ ആന്റണിയെ SIT ഉടൻ ചോദ്യം ചെയ്യും. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ EDയും ആന്റോ ആന്റണിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴി SIT വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഡൽഹിയിലെ
പീരാഗിരി ഫ്ലൈ ഓവറിന് സമീപം നിർത്തിയിട്ട കാറിൽ നിന്നും 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു സ്ത്രീയുടെയും 2 പുരുഷന്മാരുടെയും മൃതദേഹമാണ് കാറിനുള്ളിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് തണ്ണിമത്തനടിയിൽ ഒളിപ്പിച്ച നിലയിൽ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്ത് പോലീസ്. പിക്കപ്പ് വാൻ അകമ്പടി വന്ന കാർ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ദുരൈരാജിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം തിരൂരിൽ 1.5 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് പശ്ചിമബംഗാൾ സ്വദേശികളായ അഹൂദ് അലി ഖാസി, പ്രസഞ്ജിത് ദാസ് എന്നിവർ. തിരൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കാർത്തികേയനും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. ഓരോ ദിവസവും എത്രത്തോളം ആത്മസംഘർഷത്തിലൂടെയാണല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ജോലി, കുടുംബം, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ മനുഷ്യനെ അലട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ നെട്ടോട്ടമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സന്തോഷം ലഭിക്കാനല്ലേ? എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് പരിശോധിക്കണം. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും സാമ്പത്തിക നേട്ടം കൊയ്യാനും പ്രയത്നിക്കുന്നവരാണ് പലരും. അതിനിടെ കുടുംബ ബന്ധങ്ങളും സൗഹൃദവും, എന്തിനു പറയുന്നു, സ്വന്തം ആരോഗ്യം പോലും മറന്നുള്ള മരണപ്പാച്ചിലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകലുമ്പോഴാണ് സന്തോഷം നഷ്ടപ്പെടുന്നത്. വലിയ നേട്ടങ്ങളെക്കാൾ ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെയുള്ള ജീവിതത്തിന് ഒരു പ്രത്യേക സുഖമുണ്ട്, സന്തോഷവും സമാധാനവുമുണ്ട്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.